ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഹിസ്റ്റോറിക്സിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹിസ്റ്റോറിക്സ് നമ്മുടെ ഹിസ്റ്ററി സബ്ജക്റ്റിനകത്തുള്ള UGC നെറ്റ്, JRF, PhD, അതുപോലെ തന്നെ HST, സെറ്റ് തുടങ്ങിയിട്ടുള്ള ഇതുപോലത്തെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഇങ്ങനെയുള്ളതൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഓൾസോ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മൾ പോൾ ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാറുണ്ട്, മെറ്റീരിയൽസ് ഇങ്ങനെയുള്ളതൊക്കെ ഇതിനകത്ത് ഷെയർ ചെയ്യാറുണ്ട്. ഇതുവരെ നിങ്ങൾ അതിന്റെ ഭാഗമായിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റിയ ഒരു QR കോഡ് അതൊന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ആൻഡ് ഇത് പറയാനല്ല ഞാനിപ്പോ വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഹിസ്റ്ററി സബ്ജക്റ്റിനകത്ത് നെറ്റ് എക്സാമില് അത്യാവശ്യം ചോദിക്കാറുള്ള ഒരു ഏരിയയാണ് അജീവികാസ് എന്ന് പറയുന്നത്. മറ്റുള്ള എക്സാമുകൾക്ക് അജീവികാസിനെ പറ്റിയിട്ട് ചോദിക്കാറുള്ളത് അതിന്റെ ഫൗണ്ടർ ആരാണ്, അതുപോലെ നിയതി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെയുള്ളതൊക്കെയാണ് മാക്സിമം പോയാൽ വരാറുള്ളത്. അജീവിക എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് എന്നല്ല ഞാൻ പറയുന്നത്. അതേസമയം നെറ്റ് എക്സാമിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഒരു റെപ്രസെന്റേഷൻ അതിൽ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ്. ഒരു ചോദ്യം അവിടുന്ന് വരിക എന്നുള്ളത് പൊതുവെ ഒരു ട്രെൻഡാണ്. അങ്ങനെ ഒരു സംഗതി അതിൽ കാണാൻ പറ്റും. അടുത്ത എക്സാമുകൾ, കഴിഞ്ഞ എക്സാമുകളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചിലപ്പോൾ അതൊരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു സ്റ്റേറ്റ്മെന്റ് വിൽ ബി അബൌട്ട് അജീവികാസ്, ഈ രീതിയിൽ വരാറുണ്ട്. സോ അജീവികാസിനെ പറ്റിയിട്ട് പറയുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഉദ്ദേശിക്കുന്നത്. വളരെ ചെറിയ, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന വളരെ ചെറിയൊരു ടോപ്പിക് തന്നെയാണ് അജീവികാസ് എന്ന് പറയുന്നത്. ആൻഡ് കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മുടെ ഹിസ്റ്റോറിക്സ് നമ്മുടെ പെയ്ഡ് ഫീച്ചർ ആയിട്ട് ഒരു നെറ്റ് കോച്ചിങ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോ ഒരു രീതിയിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിലൂടെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വളരെ ചെറിയൊരു ഫീ, വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു ഫീ മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. ഒരു 1999 രൂപക്കാണ് തരുന്നത് നമ്മൾ ഈ ഒരു കോച്ചിങ് കൊടുക്കുന്നത്. ആൻഡ് ഓൾസോ പ്രധാനപ്പെട്ട സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് കോംപ്രഹെൻസീവ് പാക്കേജ് ആണ്, മുഴുവൻ പ്രീമിയം ഫീച്ചേഴ്സും ഉള്ള ഒരു ബാച്ചാണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഹിസ്റ്റോറിക്സിന്റെ UGC നെറ്റ് JRF PhDയുടെ JRF ക്രൗൺ ബാച്ച് എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് അതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. ഡെയിലി ടെസ്റ്റ് മുതൽ മോക്ക് ടെസ്റ്റ് വരെ, മന്ത്ലി മോക്ക് ടെസ്റ്റ് വരെ ഉള്ളത് അതിനകത്ത് ഉണ്ടായിരിക്കും. PYQs ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ PYQസിനെ യൂണിറ്റ് വൈസ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള PYQ ടെസ്റ്റുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്, നിങ്ങൾ ആദ്യം നമ്മുടെ ആപ്പിലൊക്കെ ഒന്ന് കയറി നോക്കിയിട്ട് അതിനകത്തുള്ള കണ്ടന്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൺവീനിയന്റ് ആണ് എങ്കിൽ മാത്രം, നിങ്ങൾക്ക് അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പേയ്മെന്റ് ചെയ്തിട്ട് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളൂ. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ എന്ത് ചെയ്യാം, വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്മാറാവുന്നതും ആണ്. ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആൻഡ് പലർക്കും പേയ്മെന്റ് അടക്കുന്നതിന് വേണ്ടിയിട്ട്, ഇത് ചെറിയ പേയ്മെന്റേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാം നെറ്റ് കോച്ചിങ്ങിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എത്രയാണ് എന്നുള്ളത്. അപ്പോ പറഞ്ഞു വരുന്നത്, ആർക്കെങ്കിലും ഒക്കെ പേയ്മെന്റ് അടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഒറ്റ തവണ അടക്കാൻ പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, തവണകളായിട്ട് അടക്കാനുള്ള സംവിധാനം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒരു എന്താണ് പറയുക ഓപ്ഷൻ കൂടി നമ്മൾ അതിനകത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷനിൽ പറയാം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ആൾക്കാർ എന്ത് ചെയ്യുക, ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വാട്സാപ്പിലാക്കാൻ ശ്രമിക്കുക. ഇൻ കേസ് അവൈലബിൾ അല്ലാത്ത സമയത്താണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. അതുകൊണ്ടാണ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് കഴിഞ്ഞാൽ എനിക്കത് കൺവീനിയന്റ് ആവുന്ന സമയത്ത് എന്ത് ചെയ്യാം, അത് അഡ്രസ് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് ഞാൻ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരിക എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലൈവും റെക്കോർഡഡും എല്ലാം നമുക്ക് എന്ത് ചെയ്യും, വീഡിയോസ് അതിനകത്ത് ഉണ്ടായിരിക്കും. ടെസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ടെസ്റ്റുകളാണ് ഇതിന്റെ ഒരു കോർ എന്ന് പറയുന്നത്. ഓൾസോ നമുക്ക് വെറുതെ കുറെ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല. നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ധാരണ ഉണ്ട്, കാരണം നമ്മൾ എന്താണ്, ഒരു ഡിഗ്രി PG ഒക്കെ ഹിസ്റ്ററി പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മുടെ കയ്യിലുണ്ട്, അതിലൊരു സംശയമല്ല. പക്ഷെ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു നെറ്റ് എക്സാമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് അത് വേറെ തന്നെ ഒരു ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ വേണ്ട ഒരു ഏരിയ ആണ്.
പ്രത്യേകിച്ച് നമ്മുടെ മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്മളൊരു പ്ലെയിൻ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. പക്ഷെ അതെല്ലാം നെറ്റ് എക്സാമിന് ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ ഇസ് നോ എന്നുള്ളതാണ്. ആൻഡ് അത് നെറ്റ് എക്സാമിന് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റെഫർ ചെയ്യുക. എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ എന്ത് ചെയ്യണം, വായിക്കണം എന്നുള്ളതാണ്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരത്തിൽ നമ്മൾ മെറ്റീരിയൽസ് റെഡി ആക്കിയിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ട് ലഭ്യമാക്കി തരും എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ പിന്നെ നമുക്ക് ഓരോ സെഷനിലും, അതായത് ഓരോ റെക്കോർഡഡ് സെഷനിലും അതിന് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ജൈനിസത്തിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 25 ക്വസ്റ്റ്യൻ, ചില വലിയ ടോപ്പിക് ആണെങ്കിൽ 50 ക്വസ്റ്റ്യൻ ഒക്കെ വെച്ചിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ അതിൽ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ആ ടെസ്റ്റ് അവിടുന്ന് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിനകത്ത് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ആ സെഷൻ മര്യാദക്ക് കേട്ടിട്ടുണ്ടോ, അല്ല നിങ്ങൾ കേൾക്കുന്നതിന്റെ ഇടയിൽ അലംഭാവം കാണിച്ചിട്ടുണ്ടോ എന്ന് മനസ്സിലാവാൻ നിങ്ങൾ ആ ഒരു ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. സോ ഇത്തരത്തിലാണ് ഇത് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് പോവാം. ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. മെന്ററായിട്ട് ഞാൻ തന്നെ ഉണ്ടാവും. അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണം എന്ന ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യാം, വാട്സാപ്പിൽ ഒന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ റിപ്ലൈ യു. വേണമെങ്കിൽ വിളിക്കുകയും ചെയ്യാം, നോ ഇഷ്യൂസ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അതൊക്കെ നിങ്ങൾ നോക്കുക. ജസ്റ്റ് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടാൻ പോകുന്നത് എന്നുള്ളത്. ഒരു PYQ ഗൈഡുകൾ, അതായത് PYQ എന്ന് വെച്ചാൽ ഒരുപാട് വർഷം മുന്നത്തെ PYQs ഒക്കെ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. മീൻസ് UGC എന്നുള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഈ എക്സാം 2018 ജൂലൈ സൈക്കിൾ വരെ ഇറ്റ് വാസ് കണ്ടക്ടഡ് ബൈ CBSE എന്നുള്ളതാണ്. അതായത് CBSE ആണ് UGCക്ക് വേണ്ടി അതുവരെ എക്സാം നടത്തിയിരുന്നത്. 2018 ജൂലൈക്ക് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, അത് NTA ഏൽപ്പിച്ചിട്ടുള്ളത്. അതിന്റെ സിലബസ് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഭയങ്കരമായിട്ടൊരു മാറ്റം സിലബസിനകത്ത് വന്നിട്ടില്ല. പിന്നെ നമ്മളെ ഹിസ്റ്ററി സബ്ജക്റ്റിന്റെ സിലബസ് മാറുമെന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് മൊത്തം ഹിസ്റ്ററി അങ്ങോട്ട് മാറ്റിയിട്ട് അത് വേറെ ഏതെങ്കിലും സബ്ജക്ട് ആക്കുക എന്നുള്ളത് സംഭവിക്കൂല. ചെറിയ ചെറിയ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ആഡ് ചെയ്യും, കുറച്ച് ഡിലീറ്റ് ചെയ്യും, ഇത്രയൊക്കെ സംഭവിക്കുള്ളൂ. സോ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അത് നിങ്ങൾ മര്യാദയ്ക്ക് പഠിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വാങ്ങാനായിട്ട് വേണ്ട സാധനം. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് നെറ്റിന്റെ PYQവും കറണ്ട് ട്രെൻഡും നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം എന്നുള്ളതാണ്. അതിന്റെ കറണ്ട് ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാണല്ലേ, ആ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മാറിക്കൊണ്ടിരിക്കുന്ന ട്രെൻഡാണ്. നിങ്ങളൊരു 4 സൈക്കിൾ എക്സാം എഴുതി കഴിഞ്ഞാൽ അത് നാല് രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരിക്കുക. ചിലത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും, ചിലത് ഭയങ്കര ഈസി ആയിരിക്കും, ചിലതൊരു മീഡിയം ലെവലായിരിക്കും. ഇങ്ങനെ അത് കോൺസ്റ്റന്റ്ലി ഷിഫ്റ്റിംഗ് ആണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് എന്നുള്ളതാണ്. അതാണ് നെറ്റ് എക്സാമിന് ഏറ്റവും ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എക്സാമുകളിലൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ഒരു മെറ്റീരിയലിനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാവുന്നതും ആണ്. എന്തായാലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ലൈവ് എന്ന് പറയുന്നത് നമ്മൾ മിക്കവാറും PYQ ഡിസ്കഷൻസ് ആണ് കൂടുതൽ ലൈവിലേക്ക് കൊണ്ടുവരിക. PYQ എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഒരു 1000+ PYQs നമുക്ക് അതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം ഇത്രയും വർഷങ്ങളിലത് നിങ്ങൾ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിൽ എന്ത് ചെയ്യുന്നു, 100 ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ്. അതിന്റെ ഒരേ സമയം രണ്ട് ഷിഫ്റ്റിലൊക്കെ എക്സാം നടന്ന സാഹചര്യമുണ്ട്. അപ്പൊ 200 ക്വസ്റ്റ്യൻസ് അവിടെ തന്നെ ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഒരു വർഷത്തിൽ 2 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂണിലും ഡിസംബറിലും നെറ്റ് എക്സാം നടത്താറുണ്ട്. സോ ഇങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ മീൻസ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, 1000 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് PYQ ആയിട്ട് കണ്ടെത്താൻ ഒരു പ്രയാസമില്ല. ആൻഡ് ഇത്രയും 1000 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രയാസമില്ലാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലൊരു സ്കോർ നെറ്റ് എക്സാമിൽ വാങ്ങാനായിട്ട് പറ്റും എന്നുള്ളതാണ്. പിന്നെ നെറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ നിങ്ങൾക്ക് PhD കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് കിട്ടും, ആൻഡ് മാക്സിമത്തിൽ നിങ്ങൾക്ക് JRF കിട്ടും എന്നുള്ളതാണ്. ഓൾസോ നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, കട്ട് ഓഫിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. സോ എങ്ങനെയാ പറയലേ, നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ JRFലേക്ക് എത്താം. അത്രയ്ക്ക് എത്തിയില്ലെങ്കിൽ നെറ്റ് ക്വാളിഫൈ ചെയ്യാം. ആൻഡ് ഒരു ലെവലിൽ മാത്രമേ ഉള്ളൂ വെച്ചാൽ PhDക്ക് എത്താം. ഇത് മൂന്നിൽ ഏത് കിട്ടിക്കഴിഞ്ഞാലും ലൈഫിൽ അത്യാവശ്യം നല്ല മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് എന്ന് ചുരുക്കം. ഏതായാലും ഞാൻ എന്ത് ചെയ്യാം, അജീവികാസിനെ സംബന്ധിച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം. സോ നിങ്ങൾ ഇതിനകത്ത് പേയ്മെന്റ് കൊടുത്തിട്ട് ജോയിൻ ചെയ്യണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക. അജീവികാസ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, 6ാം നൂറ്റാണ്ട്, അതായത് 6th century BC എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ് എന്നുള്ളതാണ്. അത് ഇന്ത്യയെ പറ്റി മാത്രമല്ല കേട്ടോ, ലോകത്തിനെ പറ്റി മൊത്തം ഒരു എൻലൈറ്റൻമെന്റിന്റെ ഒരു സമയമായിട്ടാണ് ഈ നമ്മുടെ ആൻഷ്യൻ പീരീഡിലെ എൻലൈറ്റൻമെന്റ്, നമ്മുടെ
പിന്നീടുള്ള മോഡേൺ സമയത്തല്ല ഉദ്ദേശിച്ച്. അന്നത്തെ ഒരു എൻലൈറ്റൻമെന്റ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇന്ത്യയിലും ചൈനയിലും പേർഷ്യയിലും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പുതിയ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഐഡിയോളജീസ് എമേർജ് ചെയ്ത് വന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ പറഞ്ഞ 6th സെഞ്ചുറി BC എന്ന് പറയുന്നത്. ആ സമയത്ത് ഇന്ത്യയിൽ ഏതാണ്ട് 62 ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ എമേർജ് ചെയ്ത് വന്നു എന്നുള്ളതാണ്. അതായത് 62 ഹെറ്ററോഡോക്സ് സെക്റ്റുകൾ ഇന്ത്യയിൽ ഒറിജിൻ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒറിജിൻ ചെയ്ത് വന്ന സെക്റ്റുകളിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 സെക്റ്റുകളാണ്, ഒന്ന് ബുദ്ധിസം, മറ്റൊന്ന് ജൈനിസം. ആൻഡ് ഇക്കൂട്ടത്തിൽ അത്യാവശ്യം പ്രാധാന്യമുള്ള മറ്റൊരു സെക്ട് ആണ് നമ്മൾ പറയാൻ പോകുന്ന അജീവികാസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ചാർവാകാസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സെക്റ്റുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും മാക്സിമത്തിൽ പോയി കഴിഞ്ഞാൽ ചാർവാകാസ് വരെയാണ് എത്തിയിട്ടുള്ളത്. നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിസം ഈസ് ഇമ്പോർട്ടന്റ്, ജൈനിസം ഈസ് ഇമ്പോർട്ടന്റ്. അതിനകത്ത് അതിന്റെ സോഴ്സുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്, എക്സാമിന് ഒരുപാട് ചോദിക്കാറുണ്ട്. പിന്നെ അജീവികാസിനെ പറ്റിയിട്ടും ഈ പറഞ്ഞ അതിന്റെ ഫൗണ്ടർ ആരാണ്, അതുപോലെ തന്നെ ഈ നിയതി എന്നുള്ള പ്രിൻസിപ്പളിനെ സംബന്ധിച്ച്, പിന്നെ അതിനെ പാറ്റർണൈസ് ചെയ്തിരുന്ന റൂളേഴ്സിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കാറുള്ളത്. സോ അതെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ എന്താണ് പറയല് ഡെലിവർ ചെയ്യാനായിട്ട് പോകുന്നത്. അജീവിക സെക്റ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ദർ കോൺസെപ്റ്റ് ഓഫ് നിയതി എന്നുള്ളതാണ്. ഈ അജീവികാസ് ആക്ച്വലി ബുദ്ധിസ്റ്റുകളായിട്ടും ചൈനിസ്റ്റുകളായിട്ടും ഒക്കെ കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടായിരുന്നു, ഫിലോസഫിക്കൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയില്ലേ. അതിൽ പ്രധാനമായിട്ട് ബുദ്ധിസവും ചൈനീസും ഒക്കെ അജീവികാസിനെ വിമർശിച്ചിരുന്നത് അവരുടെ ഈ ഒരു ഫിലോസഫിയാണ്, നിയതി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം നിയതി എന്ന് വെച്ചാൽ ഫെയ്റ്റ് അല്ലെങ്കിൽ ഡെസ്റ്റിനി എന്നുള്ളതാണ്. എന്ത് സംഭവിച്ചാലും എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുകയോ നിങ്ങൾ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, കാരണം എവറിത്തിങ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ്, എല്ലാം നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുള്ളതാണെന്നുള്ളതാണ്. അത് കർമ്മ മോക്ഷ ഇങ്ങനെയുള്ളതിനകത്തൊന്നും വലിയ പ്രാധാന്യമില്ല, വ്യക്തിയുടെ കർമ്മക്ക് വലിയ റോളൊന്നുമില്ല, എല്ലാം ഓൾറെഡി തീരുമാനിച്ചതാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് അജീവികാസ് നിയതി എന്നുള്ള രീതിയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ആൻഡ് ദ പ്രാക്ടീസ്ഡ് എക്സ്ട്രീം എസെറ്റിസം എന്നുള്ളതാണ്. ഭയങ്കരമായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള എസെറ്റിസം അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് ന്യൂഡിറ്റി. അപ്പൊ ഓർത്ത് വെക്കുക, ജൈൻസ് മാത്രമല്ല, ദിഗംബരാസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതുകൊണ്ടായിരിക്കും ദേവർ ന്യൂഡ് എന്നുള്ളതാണ് ഈ ജൈൻ ദിഗംബരാസ് എന്ന് പറയുന്നത്. ആൻഡ് അവര് മാത്രമല്ല, അജീവികാസും ദേ ഫോളോഡ് ന്യൂഡിറ്റി ആൻഡ് എക്സ്ട്രീം എസെറ്റിസം അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്ത് വെക്കുക. ബുദ്ധിസം ഒരു മിഡിൽ പാത്താണ്, ഇതിന്റെ ഇടയ്ക്കിടയ്ക്ക് കമ്പാരിസൺ വരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. എക്സാമിന് ഈ തരത്തിലാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരിക. ഇത് ബുദ്ധിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വാസ് എ മിഡിൽ പാത്ത്. അതിനകത്ത് എക്സ്ട്രീം എസെറ്റിസത്തിലേക്ക് പോകുന്നില്ല, അതുപോലെ തന്നെ എക്സ്ട്രീം നോൺ വയലൻസിലേക്ക് പോകുന്നില്ല. സമയം ജൈനിസം എന്ന് വെച്ചാൽ എക്സ്ട്രീം നോൺ വയലൻസ് ആണ്. നോൺ വയലൻസിന്റെ ഏറ്റവും പീക്കിലേക്കാണ് അവർ പോകുന്നത്. ഒരു മൈക്രോ ഓർഗാനിസത്തിനെ പോലും ഹാം ചെയ്യാൻ പറ്റൂല. എവിടെയെങ്കിലും ഇരിക്കണമെങ്കിൽ അവിടെ ആദ്യം എന്ത് ചെയ്യണം, അവിടെ തട്ടി ക്ലീൻ ചെയ്തിട്ട് അവിടുത്തെ മൈക്രോ ഓർഗാനിസംസിനൊക്കെ പറഞ്ഞയച്ചിട്ട് വേണം എന്ത് ചെയ്യാന് അവിടെ ഇരിക്കാന്. അതുപോലെ തന്നെ മണ്ണിൽ നമ്മൾ കിളക്കാനായിട്ട് പാടില്ല, കാരണം മണ്ണിൽ ഒരുപാട് വേംസ് ഉണ്ട്, അതിനൊക്കെ നമ്മൾ ഹാം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷിപ്പണി എന്നുള്ള ചൈനിസ്റ്റുകൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് ചൈനീസ് വെച്ചാൽ ഈ നോൺ വയലൻസിന്റെ എക്സ്ട്രീം ആയിരുന്നു. ആൻഡ് ഇവിടെ അജീവികാസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ അവരും ഇത്തരത്തിലുള്ള അസെറ്റിക് പ്രാക്ടീസുകളുടെ ഒരു എക്സ്ട്രീമിലേക്ക് പോയിരുന്നു, ന്യൂഡിറ്റി ഒക്കെ അവർ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ദീസ് അജീവികാസ് ഗോട്ട് പാട്രണേജ് അല്ലെങ്കിൽ റോയൽ പാട്രണേജ് ഫ്രം മൗര്യൻ കിങ്സ് ലൈക്ക് അശോക. നമുക്ക് എല്ലാവർക്കും അറിയാം, അശോക എന്ന് പറഞ്ഞാൽ ഹി വാസ് എ ബുദ്ധിസ്റ്റ് അല്ലെ, അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് ആയിരുന്നു എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. ആൻഡ് ഹി പാട്രണൈസ്ഡ് ബുദ്ധിസം, അതിലൊരു സംശയമില്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അശോകൻ ഓൾസോ പാട്രണൈസ്ഡ് അജീവികാസ്. അദ്ദേഹം അജീവിക സെക്റ്റിനെ കൂടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തിരുന്നു എന്ന് ഓർത്തു വെക്കുക. പിന്നെ ഗ്രാജുവലി ഡിക്ലൈൻഡ് ബൈ ദ ഏർലി മിഡീവൽ പീരീഡ്. ശ്രദ്ധിക്കുക, നമ്മൾ 14th സെഞ്ചുറി ആണ്, അതായത് 1300 മുതലുള്ള ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, 14th സെഞ്ചുറി എന്നാണ് പറയാം, 14th സെഞ്ചുറി സി. സോ നമ്മുടെ ഈ ഒരു അജീവിക സെക്റ്റിന്റെ ഒക്കെ ഒരു ഡീക്ലൈൻ ശരിക്കും സംഭവിക്കുന്നത് 14ാം നൂറ്റാണ്ടിലാണ് എന്നുള്ളതും ഓർത്തു വെക്കുക. അത് ഒരു പരിപൂർണമായിട്ടും ഇല്ലാതെ ആവുന്ന രീതിക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ബുദ്ധിസം ജൈനിസം ഒക്കെ സ്റ്റിൽ അതിന്റെ ഒരു റിമൈൻസ് ഒക്കെ നമുക്ക്, റിമൈൻസ് എന്ന് വെച്ചാൽ ആൾക്കാർ ഇപ്പോൾ അതിന്റെ ഫോളോവേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന്റെ ബുദ്ധിസം ബിക്കേം ആൻ ഇന്റർനാഷണൽ റിലീജിയൻ. അറിയാലോ, ഇന്നത്തെ ചൈന, ടിബറ്റ്, പിന്നെന്താണ് പറയല് നേപ്പാൾ, പിന്നെ നമ്മുടെ ജപ്പാൻ, കൊറിയ, ഇതൊക്കെ ബുദ്ധിസ്റ്റ് കൺട്രീസ് ആണ് മെയിൻലി. എന്തായാലും പറഞ്ഞു വരുന്നത് അതൊരു ഇന്റർനാഷണൽ ലെവലിലേക്ക് വളർന്നു എന്നുള്ളത് വേറെ തന്നെ സംഗതിയാണ്. അജീവികാസ് പിന്നീട് ഒരു ഏർലി മിഡീവൽ സമയത്ത്
അത് ഡീക്ലൈൻ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അജീവികാസിന്റെ തുടക്കത്തിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മഖാലി ഗോസല. ഓക്കെ, ഇതിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് മഖാലി ഗോസല എന്നുള്ളതാണ്. ചിലപ്പോൾ മക്കസരിൻ എന്നൊക്കെ കാണാൻ പറ്റും. മക്കസരിൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഓർത്ത് വെക്കുക, അജീവികയുടെ ഫൗണ്ടർ ആണ് മക്കസരിൻ ഗോസല. ഗോസല മിക്കവാറും എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. എന്തായാലും അതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയില്ല. ഇറ്റ് വാസ് ഫൗണ്ടഡ് ബൈ മഖാലി ഗോസല ആൻഡ് ഫൗണ്ടർ ആയതുകൊണ്ട് തന്നെ ഹി വാസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ലീഡർ ഓഫ് മഖാലി ഗോസല. ഏറ്റവും പ്രധാനപ്പെട്ട ലീഡറും അദ്ദേഹം തന്നെയാണ്. ഓൾസോ ഹി വാസ് എ കണ്ടംപററി ഓഫ് മഹാവീര ആൻഡ് ഗൗതമ ബുദ്ധ. അവിടെ പറയുന്നത് മഹാവീര അദ്ദേഹത്തിന്റെ നിങ്ങൾക്കറിയായിരിക്കും, അദ്ദേഹം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 12 വർഷം ഹി വാസ് വാണ്ടറിങ് എന്നുള്ളതാണ്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു. ഈ 12 വർഷത്തിലെ ഒരു ഫസ്റ്റ് 6 years ഹി വാസ് അലോങ് വിത്ത് മഖാലി ഗോസല. സോ ഇവർ ഒന്നിച്ചായിരുന്നു ഒരു ആദ്യത്തെ ഒരു 6 വർഷമൊക്കെ ഉണ്ടായിരുന്നത് എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. ആൻഡ് ഇവിടെ ഹി വാസ് ലിങ്ക്ഡ് വിത്ത് പുരാണ കസപ്പ ആൻഡ് പകുട കച്ചയാന ഇൻ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ്. ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഈ സമയത്ത് ഉണ്ടായിരുന്ന ഈ ഹെറ്ററോക്സ് സെക്റ്റുകളുടെ ഒക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞ പകുട കച്ചയാന, പുരാണ കസപ്പ എന്നൊക്കെ പറയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇവരായിട്ടൊക്കെ ബന്ധം ഉണ്ടായിരുന്നുവെന്നും ഓർത്തു വെക്കുക. പിന്നെ ഈ മഖാലി ഗോസലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്ന് വെച്ചാൽ ആക്ച്വലി ഹി വാസ് ദ ഫൗണ്ടർ ഓഫ് അജീവിക സെക്ട് അല്ലെ, അജീവിക സെക്ടിന്റെ ആളാണ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ബുദ്ധിസത്തിന്റെ ഒരുപാട് റിസോഴ്സുകൾ അല്ലെങ്കിൽ അവരുടെ ലിറ്റററി എവിഡൻസുകളും അല്ലാത്ത രീതിയിലുള്ള എവിഡൻസുകളും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരുടെ ടെക്സ്റ്റുകൾ നമുക്കുണ്ട്, ജൈനിസത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അജീവികാസിന്റെ ലിറ്ററേച്ചർ നമുക്ക് കിട്ടിയിട്ടില്ല. ഒക്കെ പെരിഷ് ചെയ്ത് പോയി എന്നുള്ളതാണ്, ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ അവരെ പറ്റി വിവരം നമുക്ക് കിട്ടുന്നത് പ്രധാനമായിട്ടും ജൈൻ ആൻഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്നാണ്. അതിലൂടെ ജൈൻ ആൻഡ് ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ പ്രകാരം മഖാലി ഗോസലയെ പറ്റി നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു കൈൻഡ് ഓഫ് ഭയങ്കര ഹിസ്റ്റോറിക്കൽ അല്ല, കുറച്ചുകൂടി ലെജൻഡറി അക്കൗണ്ട് ആണ് അതുമായിട്ട് ബന്ധപ്പെട്ട് കാണാനായിട്ട് പറ്റുന്നത്. ഓൾസോ ഇവർ പറയുന്നത് ഈ ഹിസ് ഒറിജിൻ വാസ് ഹംബിൾ എന്നുള്ളതാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ലോ ഗ്രേഡിൽ നിന്ന് താഴേക്കിടയിൽ നിന്ന് ഉയർന്നു വന്ന ആളാണ് ആര്, മഖാലി ഗോസല എന്നൊക്കെയാണ് ബുദ്ധ ജൈൻ ട്രഡീഷൻ നമുക്ക് മനസ്സിലാവുന്നത്. ആൻഡ് ഹി ബോൺ ഇൻ എ കൗഷെഡ് എന്നതാണ്, ഒരു ആലയിലാണ് അയാൾ ജനിച്ചത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പറഞ്ഞ ബുദ്ധിസ്റ്റ് ജൈൻ ടെക്സ്റ്റുകളൊക്കെ റെഫർ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ജൈൻ ട്രഡീഷൻ പ്രകാരം ഗോസല ഇനീഷ്യലി ഫോളോഡ് ഹിസ് ഫാദേഴ്സ് പ്രൊഫഷൻ. തുടക്കത്തിൽ അദ്ദേഹം അച്ഛന്റെ പ്രൊഫഷൻ ഫോളോ ചെയ്തു എന്നാണ് പറയുന്നത്. അച്ഛന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ആസ് എ മങ്ക. ഓക്കെ, മങ്ക എന്നുള്ളത് എന്താണെന്ന് ഓർത്ത് വെക്കുക, പെർഫോമർ ഓഫ് റിലീജിയസ് സോങ്സ് ആൻഡ് എക്സിബിറ്റർ ഓഫ് പിക്ചേഴ്സ്. ഇത്തരത്തിലുള്ള റിലീജിയസ് സോങ്ങുകൾ മറ്റുള്ളവർക്ക് പെർഫോം ചെയ്യുന്ന ഇങ്ങനെയുള്ള ആക്ടിവിറ്റി ചെയ്തിരുന്ന ആളായിരുന്നു ഗോസലയുടെ അച്ഛൻ എന്ന് പറയുന്നത്. അതിന്റെ അച്ഛന്റെ ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മഖാലി ഗോസല തുടക്കത്തിൽ സ്വീകരിച്ചിരുന്നത്. അതിന് പറയുന്ന പേരാണ് മങ്ക എന്ന് പറയുന്നത്, അതും ഓർത്തു വെക്കുക. സോ ഇത്തരത്തിൽ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് ജൈൻ ടെക്സ്റ്റുകളിൽ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി അജീവിക നമ്മുടെ ഒരു ഹെറ്ററോക്സ് സെക്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു സെക്ടിന്റെ കോർ ഫിലോസഫി എന്ന് പറയുന്നത് നിയതി എന്നുള്ളതാണ്. ഇറ്റ് മീൻസ് ഫെയ്റ്റ് എന്നുള്ളതാണ്. സോ അത് പ്രകാരം പ്രീ ഡിറ്റർമിനിസം എന്നുള്ളതാണ്. ബുദ്ധിസ്റ്റൊക്കെ അതിനെ വിമർശിച്ചിട്ടുള്ളത് ഈ ഒരു പ്രീ ഡിറ്റർമിനിസത്തിനെ സംബന്ധിച്ചാണ്. അതിനെല്ലാം തീരുമാനിച്ചു വെച്ചാൽ പിന്നെ വ്യക്തിയുടെ കർമ്മക്ക് എന്ത് റോളാണുള്ളത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ ചോദ്യമായിട്ട് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സോ പ്രീ ഡിറ്റർമിനിസം, എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ഈസ് പ്രീ ഡിറ്റർമൈൻഡ് ഓർ പ്രീ ഓർഡറൈൻഡ് എന്നുള്ളതാണ്. വെച്ചാൽ എല്ലാം നേരത്തെ കൂട്ടി തീരുമാനിച്ചതാണ്, എല്ലാം അങ്ങനെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് എന്നാണ് അവരുടെ ഒരു തിയറി എന്ന് പറയുന്നത്. ആൻഡ് ഹ്യൂമൻ എഫേർട്ട് പ്ലേസ് നോ റോൾ ഇൻ ആൾട്ടറിങ് ദ കോഴ്സ് ഓഫ് ലൈഫ്. മനുഷ്യന്മാര് എന്ത് ചെയ്താലും ഈ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചൊരു ഒരു മാറ്റവും ഉണ്ടാക്കാനായിട്ട് പറ്റൂല എന്നുള്ളതാണ്. നമ്മൾ പ്രേയർ നടത്തട്ടെ, മറ്റെന്തോ ചെയ്യട്ടെ, ഡസൻ മാറ്റർ, ഒക്കെ നേരത്തെ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർമ്മയിലേക്ക് വരികയാണെങ്കിൽ എക്സിറ്റ്സ് ബട്ട് ഇറ്റ് ഈസ് ഗവേൺഡ് ബൈ പ്രീ ഡിറ്റർമൈൻഡ് പാത്ത്. കർമ്മ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ നമ്മുടെ കർമ്മ ചെയ്യും, പക്ഷെ അതെന്താ, ഇറ്റ് വാസ് പ്രീ ഡിറ്റർമൈൻഡ് എന്നുള്ളതാണ്. നമുക്ക് ഓൾറെഡി ഡിറ്റർമൈൻ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് അവരുടെ ഒരു തിയറി. ആൻഡ് ഓൾസോ ട്രാൻസ്മൈഗ്രേഷൻ ഓഫ് സോൾസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബട്ട് ഫോളോസ് എ ഫിക്സഡ് കോസ്മിക് ഓർഡർ എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക ഓർഡറിൽ അല്ലെങ്കിൽ പ്രത്യേകം തീരുമാനിച്ചു വെച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ നടക്കുന്നത്.
അതാണ് ഇവരുടെ നിയതി എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. സോ ഇത്ര ആലോചിക്കുക. നിങ്ങൾ ബാക്കിയുള്ള ഒന്നും ചിന്തിച്ചില്ലെങ്കിലും ഈ അജീവികാസിന്റെ കോർ കോൺസെപ്റ്റ് ആണ് നിയതി എന്ന് പറയുന്നത്. അതിന്റെ നിയതി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ അതിനെ മറ്റൊരു രീതിയിൽ പറയും, പ്രീ ഡിറ്റർമിനിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റും ഓർത്ത് വെക്കുക. ഓക്കെ, ഇത് രണ്ടും ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ഭാഗം ക്ലിയർ ആണ്. പിന്നെ വരുന്നത്, ഇവർക്കും സഭാസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ബുദ്ധിസ്റ്റ് സംഘ, ജൈൻ സംഘ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ദിസ് അജീവികാസ് ഓൾസോ ആൻഡ് സഭാസ്, അല്ലെങ്കിൽ അസംബ്ലീസ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തിയിരുന്നു. അവർ ചില രീതിയിലുള്ള സെറമണീസ്, റിച്വൽസ് ഒക്കെ അവർ നടത്തിയിട്ടുണ്ടായിരുന്നു. അവർക്കും കനോണിക്കൽ ടെക്സ്റ്റുകൾ ഉണ്ടായിരുന്നു, റിലീജിയന്റെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടെക്സ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അതൊന്നും കിട്ടിയില്ല. വി ലോസ്റ്റ് ദോസ് ടെക്സ്റ്റസ്. ആൻഡ് നമുക്ക് അതെല്ലാം പിന്നീട് മനസ്സിലാവുന്നത് ബുദ്ധിസ്റ്റ് ജൈൻ സോഴ്സുകളിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുള്ള, അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള സംഗതികളാണ്. ലൈക്ക് നമ്മുടെ മെഗസ്തനീസിന്റെ ഇൻഡിക നമുക്ക് കിട്ടിയിട്ടില്ല, അറിയാലോ. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റ് നമുക്ക് എന്താണ്, വി ലോസ്റ്റ് എന്നുള്ളതാണ്. അതേസമയം അവിടെയുള്ള ആര്യൻ, സ്ട്രാബോ, പ്ലിനി തുടങ്ങിയിട്ടുള്ള റൈറ്റേഴ്സ് ആ ഒരു ഇൻഡിക്കനെ കോട്ട് ചെയ്താണ് നമുക്ക് കിട്ടുന്നത്. അത് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിക്കനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഈ അജീവികാസിന്റെ ഫിലോസഫി ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ബുദ്ധിസ്റ്റ് സോഴ്സുകളിൽ നിന്നാണ്. അജീവികാസിന്റെ ഓൺ സോഴ്സുകൾ നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ്. ദെൻ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്തെറ്റിക് പ്രാക്ടീസിലേക്ക് വരികയാണെങ്കിൽ, ഫുഡ്, ഭക്ഷണം കഴിക്കുന്നത്, സർവൈവ്ഡ് ഓൺ മിനിമൽ ഫുഡ്. അവർ മിക്കവാറും ഭക്ഷണം കഴിക്കുക ഒഫേൺ നിയർ സ്റ്റാർവേഷൻ എന്നതാണ്. മിക്കവാറും വിശന്ന് നടക്കുന്ന അവസ്ഥയിലാണ്, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് അവർ നടന്നിട്ടുണ്ടായിരുന്നത്. ഭക്ഷണം കഴിക്കുന്നതൊക്കെ വിശന്ന് ഒരു രക്ഷയില്ല എന്ന് കാണുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രമായിരിക്കും. നമ്മളെ പോലെ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരം, പിന്നെ രാത്രി, പിന്നെ 2 മണിക്ക് നമ്മുടെ നൈറ്റ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് പോകുന്ന പരിപാടിയൊന്നും അവർക്ക് ഇല്ല. പിന്നെ അഹിംസയിലേക്ക് വരികയാണെങ്കിൽ, പ്രാക്ടീസ്ഡ് ബട്ട് നോട്ട് as strictly as ജൈൻസ്. അറിയാലോ, നേരത്തെ പറഞ്ഞു ഈ അഹിംസയുടെ എക്സ്ട്രീം എന്ന് പറയുന്നത് ജൈൻസ് ആണ്. ഈ ജൈൻ റിലീജിയൻ തന്നെ പിന്നീട് അതിന്റെ ഒരു ഡീക്ലൈനിലേക്ക് പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള എക്സ്ട്രീം സ്ട്രെസ് ഓൺ അഹിംസ എന്നുള്ളതാണ്. അത്രയും അഹിംസക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് ചെയ്തുകൊണ്ടാണ്, കാരണം അത് പ്രാക്ടിക്കൽ അല്ലാതായിട്ട് മാറി. നമുക്ക് ഇത്രമാത്രം അഹിംസ ആചരിച്ചിട്ടൊന്നും ജീവിക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ കൃഷി ചെയ്യണ്ടേ, അപ്പൊ അതിന് മണ്ണിൽ കളക്കൊക്കെ വേണ്ടി വരും. അപ്പൊ ചിലപ്പോ 1-2 നമ്മുടെ മണ്ണിരകളൊക്കെ ചാവും. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞിരുന്നത് അഹിംസയുടെ ഒരു എക്സ്റ്റെന്റിന്റെ അപ്പുറത്തേക്ക് അത് പോകുന്നത് കൊണ്ട് തന്നെ അത് പ്രാക്ടിക്കബിലിറ്റിനെ എന്ത് ചെയ്യാണ്, കൗണ്ടർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ചൈനീസ് എന്ത് ചെയ്യുന്നത് പിന്നീട് പതുക്കെ പതുക്കെ ഡീക്ലൈൻ എന്നുള്ള ഒരു സ്റ്റേജിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു ഫേസിലേക്ക് പോകേണ്ടി വരുന്നത്. എന്തായാലും ഇവിടെ നമ്മുടെ അജീവികാസിലേക്ക് വരികയാണെങ്കിൽ, അവര് അഹിംസ ഫോളോ ചെയ്തിരുന്നു, പക്ഷെ നമ്മുടെ ചൈനീസ്റ്റുകളെ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവർക്ക് എന്ത് ചെയ്യാമായിരുന്നു, ദേവർ അലൗഡ് ടു ഈറ്റ് മീറ്റ് എന്നുള്ളതാണ്. അറിയാലോ, നമുക്ക് ബുദ്ധിസ്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു മിഡിൽ പാത്താണ് സ്വീകരിച്ചിരുന്നത്. അവരും മീറ്റ് കഴിച്ചിരുന്നു എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് അഹിംസ നടത്തി ഒരുപാട് കൊന്നു കഴിക്കുക എന്നുള്ളതല്ല, ബട്ട് വാട്ട് ഈസ് ഓഫേർഡ് എന്നുള്ളതാണ്. ബുദ്ധനെ സംബന്ധിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു റോട്ടൺ മീറ്റ് കഴിച്ചിട്ടാണ് മരിച്ചു പോയതെങ്കിൽ, പഴകിയ മാംസം കഴിച്ചിട്ടാണ് അദ്ദേഹം മരിച്ചു പോയതെന്നൊക്കെയാണ് പറയുന്നത്. കാരണം ബുദ്ധിസ്റ്റ് ഭിക്ഷുക്കളാണ്, അല്ലെങ്കിൽ അവര് സന്യാസികളാണ്. അവർക്ക് എന്താ ഓഫർ ചെയ്യുന്നു അത് അവർ കഴിച്ചിരിക്കണം എന്നുള്ളതൊക്കെയാണ് അവരുടെ ഒരു തിയറി എന്ന് പറയുന്നത്. എനിവേസ്, നമ്മൾ പറഞ്ഞു വന്നത് അജീവികാസിനെ പറ്റിയിട്ടാണ്. അവർക്കും മീറ്റ് കഴിക്കാനുള്ള പെർമിഷൻ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്ലോത്തിങ്ങിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ, ജൈൻ ദിഗംബരാസിനെ പോലെ ദേ ഫോളോഡ് കംപ്ലീറ്റ് ന്യൂഡിറ്റി എന്നുള്ളതാണ്. നിങ്ങൾ പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കും, ഈ ന്യൂഡിറ്റി എന്നുള്ളത് ജൈനിസ്റ്റുകൾ ഫോളോ ചെയ്തിട്ടായിരുന്നു. ജൈൻ ദിഗംബരാസ് ആണ്. അതിന് പിന്നീട് ശ്വേതംബരാസ് എന്നുള്ള ഒരു അവസ്ഥയ്ക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു വൈറ്റ് ക്ലാഡ്, ഒരു വെള്ള തുണി എടുത്ത് ധരിച്ച് നടക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. അതിന് നമുക്കിങ്ങനെ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നുന്നത്. പക്ഷെ അവരതിനെ പറ്റി പറയുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മള് വി ആർ ടോട്ടലി അൺഅവെയർ ഓഫ് ദി പീപ്പിൾ ഹു ആർ സറൗണ്ടഡ് എന്നുള്ളതാണ്. നമ്മൾ ആരെ പറ്റിയും ചിന്തിക്കുന്നില്ല. ഓക്കെ, നമ്മൾ ഒന്നിടാതെ നടക്കും. നമുക്ക് ആ ഒരു ലെവലിൽ നമ്മൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ളവരൊന്നും നമുക്കൊരു വിഷയം അല്ലാതെ മാറണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അത്രമാത്രം വേറൊരു തലത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. നമുക്ക് നേരെ തിരിച്ചാണ് തോന്നുക എങ്കിൽ പോലും. സോ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയാണ് അവർ പ്രാക്ടീസ് ചെയ്യുന്നത്. ആൻഡ് സെലിബസി എന്നുള്ളത്, സെലിബസിലേക്ക് വരികയാണെങ്കിൽ, ഈ ബുദ്ധിസ്റ്റ് അതുപോലെ ജൈൻ ടെക്സ്റ്റുകളൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ജൈൻ ടെക്സ്റ്റുകളുടെ അകത്ത് ഈ നമ്മുടെ അജീവികാസിനെ പറ്റി അവർ വിമർശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തന്നെ, അവർ ഈ അജീവികാസ് മര്യാദയ്ക്ക് സെലിബസി ഫോളോ ചെയ്യുന്നില്ല. സെലിബസ് എന്ന് വെച്ചാൽ അറിയുന്നുണ്ടായിരിക്കും, ബ്രഹ്മചര്യ എന്നുള്ളതാണ്. സോ മര്യാദയ്ക്ക് ബ്രഹ്മചര്യ ഫോളോ ചെയ്യുന്നില്ല എന്നുള്ളൊരു വിമർശനമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് മീൻസ് അവരെന്ത് ചെയ്തിട്ടില്ല, ഭയങ്കര സീരിയസ് ആയിട്ട് സെലിബസി ഫോളോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്.
അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ഒരു കമ്പാരിസൺ ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അജൈവികാസും ജൈൻസും ബുദ്ധിസ്റ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ന്യൂഡിറ്റിയുടെ കേസിൽ അജൈവികാസ് ന്യൂഡായിരുന്നു, ജൈൻസ് ന്യൂഡായിരുന്നു, ബട്ട് ദിഗംബരാസ് ഓൺലി, ശ്വേതംബരാസ് വെള്ളവസ്ത്രം ധരിച്ചു. ബട്ട് ബുദ്ധിസ്റ്റ്സ് വർ നോട്ട് ന്യൂഡ്. ന്യൂഡ് എന്ന് വെച്ചാൽ അറിയുന്ന വിചാരിക്കുന്നു, ഒന്നുകൂടെ നടക്കുക. മീറ്റ് ഈറ്റിംഗിലേക്ക് വരികയാണെങ്കിൽ അജീവികാസ് അവർക്ക് മീറ്റ് കഴിക്കാമായിരുന്നു, ചൈനീസ് വേർ ഫോർബിഡൻ. അങ്ങനെ ബുദ്ധിസ്റ്റുകളുടെ കേസിൽ ഒരു ചെറിയ രീതിയിലൊക്കെ മീൻസ് ഡിപ്പെൻസ് കോണ്ടെക്സ്റ്റുകൾ സാഹചര്യങ്ങളൊക്കെ നോക്കും. ആൻഡ് സെലിബസിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ അജീവികാസിന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദേവർ ക്രിട്ടിസൈസ്ഡ്. ജൈൻസിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ സ്ട്രിക്റ്റ്, ദെൻ ബുദ്ധിസ്റ്റിന്റെ കേസിലേക്കും സ്ട്രിക്ട് ഫോർ മോങ്സ് എന്നുള്ളത്. സോ ഇതും ഓർത്തു വെക്കുക. ഇനി സ്വാഭാവികമായിട്ടും ഒരു പെർട്ടിക്കുലർ ഐഡിയോളജി ആ സമയത്ത് എമേർജ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിനകത്ത് ഏത് ജാതിയിലെ ആൾക്കാരാണ് പങ്കെടുത്തിട്ടുള്ളത്, എല്ലാ ജാതിയിലെ ആൾക്കാർക്കും പങ്കെടുക്കാൻ പറ്റുമായിരുന്നു, ഇങ്ങനെയുള്ള ചോദ്യം നമ്മൾ ഓട്ടോമാറ്റിക്കലി ചോദിച്ചു പോകും, കാരണം ആ ഒരു കാലഘട്ടം അങ്ങനെയാണ്. സോ ഇവിടെ വരികയാണെങ്കിൽ അജീവികാസിന്റെ കേസിൽ ഓൾ സോഷ്യൽ ക്ലാസ്സസ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇൻക്ലൂഡഡ് റോയാലിറ്റി, അർബൻ ട്രേഡേഴ്സ് ആൻഡ് ലോവർ കാസ്റ്റ്. അതായത് രാജാക്കന്മാരുണ്ടായിരുന്നു, അർബൻ കച്ചവടക്കാരുണ്ടായിരുന്നു, ആൻഡ് അവിടുത്തെ സൊസൈറ്റിയിലെ ലോവർ ക്ലാസ്സും അതിനകത്ത് കാസ്റ്റുകളൊക്കെ അതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പ്രസേനജിത്ത് കിങ് ഓഫ് കോസല, അദ്ദേഹം എന്തായിരുന്നു, ഹി വാസ് എ പാട്രൺ ഓഫ് അജീവികാസ്. ദെൻ പാണ്ഡുപുത്ത, ഹി വാസ് എ ലോവർ ഒറിജിൻ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അജീവിക അസറ്റിക് ആയിരുന്നു, സൺ ഓഫ് എ വാഗൺ മേക്കർ. ആൻഡ് ഒരു കൈൻഡ് ഓഫ് എക്സാമ്പിൾ ആണ്, ലോവർ സെക്ഷനിൽ നിന്ന് വരുന്ന ഒരാൾക്കും എന്ത് ചെയ്തിരുന്നു, ഈ പറഞ്ഞ അജീവിക സെക്റ്റിന്റെ ഭാഗമായിട്ട് മാറാൻ പറ്റുമായിരുന്നു. പ്രസേനജിത്തിനെ പോലെ കിങ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ലോവർ ക്ലാസ് എന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു അശോകന്റെ ഒരു കേസ്, അശോക് വാസ് നോട്ട് ആൻ അജീവിക ഫോളോവർ, പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഡെഡിക്കേറ്റഡ് കേവ്സ് ടു അജീവിക അസറ്റിക്സ്. ആൻഡ് ദശരഥ എന്ന് പറയുന്ന മൗര്യൻ റൂളർ ആണ്, ലാസ്റ്റ് മൗര്യൻ റൂളർ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. ഏതായാലും സോറി, ദശരഥയല്ല, ബൃഹദ്രഥയാണ് ലാസ്റ്റ് മൗര്യൻ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞത് അശോകനെ സക്സസർ ആയിട്ട് കണക്കാക്കുന്നതാണ് ദശരഥ എന്ന് പറയുന്ന മറ്റൊരു റൂളർ. അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഹി കണ്ടിന്യൂഡ് റോയൽ പാട്രണേജ്. പിന്നീട് വന്നിട്ടുള്ള അശോകന് ശേഷം ഇമ്മീഡിയറ്റ് സക്സസറിലാണ് പറയുന്നത്, അശോകന് ശേഷം വന്നിട്ടുള്ള മറ്റൊരു മൗര്യൻ റൂളറാണ് ദശരഥ, ലെസ് സിഗ്നിഫിക്കന്റ് എന്നുള്ളതാണ്. പറഞ്ഞത് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിൽ റോയൽ പാട്രണേജ് ഒക്കെ അജീവികാസിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ അശോകന്റെ ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ ഒരു ബറാബർ കേവ്സ് എന്ന് പറയുന്നത്. ഇത് ബീഹാറിലാണ്, എക്സാമിന് ഇത് ചിലപ്പോൾ ചോദിക്കും, ബറാബർ കേവ്സ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ബറാബർ ഈസ് ഇൻ ബീഹാർ, അങ്ങനെ ഓർത്തു വെക്കട്ടോ. എന്തായാലും ബറാബർ കേവ്സ് ഹാവ് ഇൻസ്ക്രിപ്ഷൻ ഡെഡിക്കേറ്റിംഗ് ദം ടു അജീവികാസ് ബൈ അശോക ആൻഡ് ദശരഥ. സോ ഇവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ബറാബർ കേവ്സ് ഒക്കെ അജീവികാസിന് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഇൻസ്ക്രിപ്ഷൻ ഒക്കെ അവിടെ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റു സെക്ടുകളുമായിട്ട് ഇവർക്ക് കോൺഫ്ലിക്ട് ഉണ്ടായിരുന്നു ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. ബുദ്ധിസ്റ്റുകളുമായിട്ടും ചൈനീസ്റ്റുകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ എന്താണ് പറയല് ആശയ പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടായിരുന്നു. അതിൽ ബുദ്ധിസ്റ്റ് വേയിലേക്ക് വരികയാണെങ്കിൽ അകാലി ഗോസല വാസ് ഹെവിലി ക്രിട്ടിസൈസ്ഡ് ബൈ ബുദ്ധ. ബുദ്ധൻ അദ്ദേഹത്തിന് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ ഡിറ്റർമിനിസ്റ്റിക് വ്യൂ എന്നുള്ളതാണ്. ഈ പ്രീ ഡിറ്റർമിനിസം, നിയതി എന്നുള്ളത് ബുദ്ധൻ വിമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ മനുഷ്യന്മാരുടെ കർമ്മ എന്നുള്ളത് പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് ബുദ്ധന്റെ ഒരു തിയറി. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, നേരെ അതിനെ തിരിച്ചു പറയുന്നത് ബുദ്ധൻ അത്ര ഇഷ്ടമായിട്ടില്ല. അടുത്ത ജയന്റ് ടെക്സ്റ്റ് ഫ്രീക്വന്റ് വയലന്റ് ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ ഗോസല ആൻഡ് മഹാവീര. എന്നാൽ ഗോസലയും മഹാവീരയും തമ്മിൽ ഭയങ്കര സംവാദങ്ങൾ, ചർച്ചകളൊക്കെ നടത്തിയതായിട്ട് ജയന്റ് ടെക്സ്റ്റുകൾ പറയുന്നുണ്ട്. ആൻഡ് പലപ്പോഴും ഇവരെ എന്താണ് അക്യൂസ്ഡ് ഫോർ ബിട്രയൽ ആൻഡ് മാജിക്കൽ ബാറ്റിൽസ്. അറിയാലോ, നമ്മള് ഈ ജയന്റ് ടെക്സ്റ്റുകളിൽ നിന്നാണ് അജീവികാസിന്റെ കഥ എടുക്കുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ജയന്റ് ടെക്സ്റ്റിൽ അവരെ നന്നായിട്ട് പൊക്കിയടിച്ചിട്ടായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അതിന് മറ്റുള്ളവർ മോശമായിരുന്നു, അവർ ബിട്രയൽ ചെയ്തിരുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള ഡിസ്ക്രിപ്ഷൻസ് കാണാനായിട്ട് പറ്റും. ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അജീവികാസ് were caught between two powerful rivals, Buddhism and Jainism, both of whom rejected their fatalism. ഈ ഫാറ്റൽ എന്നെങ്കിൽ എന്താണ്, ഫെയ്റ്റ് എന്ന് പറയുന്ന നിയതി എന്ന് പറയുന്നതിനെ ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളൊക്കെ വിമർശിച്ചിരുന്നു. അജീവികാസിനോട് അവർക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു എങ്ങനെയാ പറയല്, പൊരുത്തപ്പെടാൻ പറ്റാത്തൊരു ഭാഗം അതായിരുന്നു എന്നുള്ളതാണ്. ഇനി അജീവികാസ് എന്ത് ചെയ്യുന്നുണ്ട്, തുടക്കത്തിൽ അതിന്റെ ഒരു 6th സെഞ്ചുറിയിൽ അത് എമേർജ് ചെയ്ത് വരുന്നു. മൗര്യൻ ടൈമിലൊക്കെ ഇറ്റ് വാസ് ഇൻ ഇറ്റ്സ് പീക്ക് എന്നുള്ളതാണ്. അതിന്റെ ഒരു ഭയങ്കര ഒരു എന്താണ് നല്ലൊരു തലത്തിലേക്ക് ഉയരാനായിട്ട് പറ്റി. പക്ഷേ മൗര്യാസിന്റെ ഡീക്ലൈനോട് കൂടിയിട്ട് അത് ഗ്രാജുവലി ഡീക്ലൈൻ ചെയ്യാൻ തുടങ്ങുന്നു. ആൻഡ് ഏർലി മീഡിയവൽ ആകുമ്പോഴേക്ക് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് എക്സ്റ്റിങ്ക്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി
അതിനെ കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അതായത് അത് ഡീക്ലൈൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു ഈ ഒരു ഏർലി മെഡീവൽ ആകുമ്പോഴേക്ക് എന്ന് ചുരുക്കം. ആൻഡ് അതിന്റെ നോ സർവൈവിങ് സ്ക്രിപ്റ്റേഴ്സ് എന്നുള്ളതാണ്. നമുക്ക് അതിന്റെ ഒരു തെളിവ് കിട്ടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. കാരണം അവരുടെ പുസ്തകങ്ങൾ, അവരുടെ ടെക്സ്റ്റുകളൊക്കെ നഷ്ടപ്പെട്ടു പോയി. പിന്നെ അവരുടെ വിവരം നമുക്ക് കിട്ടുന്നത് അവരുടെ ശത്രുക്കളായിരുന്ന, അല്ലെങ്കിൽ ഒരു പരിധിവരെ അവരോട് എതിർപ്പുണ്ടായിരുന്ന ബുദ്ധിസ്റ്റുകളുടെയും ജൈനിസ്റ്റുകളുടെയും ടെക്സ്റ്റുകളിൽ നിന്നാണ് എന്നുള്ളതാണ്. ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളൊക്കെ ഒരു പ്രധാനമായിട്ടും എതിർത്തിരുന്നത് ഇവരുടെ ഫാറ്റലിസം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിനെ ആയിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇതിന്റെ ഒരു ഡിക്ലൈനിലെ മറ്റൊരു കാരണം തന്നെയാണ് പ്രഷർ ഫ്രം ബുദ്ധിസം ആൻഡ് ജൈനിസം. ഒരു ഭാഗത്ത് ബുദ്ധിസം ജൈനിസം ഒക്കെ എക്സ്പാൻഡ് ആവുന്നു, അതേസമയം അജീവിക സെക്ട് അതിന്റെ പതനത്തിലേക്കും പോയി എന്നുള്ളതാണ്. ഇനി ഇത് എവിടേക്കാണ് സ്പ്രെഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, നോർത്ത് ഇന്ത്യയിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഈ എന്താണ് പറയല്, ഗാംഗറ്റിക് പ്ലെയിൻ ആ ഒരു ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ട് സൗത്ത് ഇന്ത്യയിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്തിരുന്നു, ഇൻക്ലൂഡിങ് ശ്രീലങ്ക വരെ അത് പോയിരുന്നു എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ തമിഴ്നാട് നിന്നൊക്കെ നമുക്ക് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് നമുക്ക് ഓർത്തു വെക്കേണ്ട കാര്യങ്ങളാണ്. മക്കാലി ഗോസല ഫൗണ്ടർ ആൻഡ് മോസ്റ്റ് സിഗ്നിഫിക്കന്റ് റൂളർ എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററിക്കാരായതുകൊണ്ട് ഇടക്കിടക്ക് ഈ റൂളറിനെ പറ്റി പറഞ്ഞ് എന്ത് പറഞ്ഞാലും മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ആയിട്ട് അടുത്ത റൂളർ ആണെന്ന് പെട്ടെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. ഹി വാസ് നോട്ട് എ റൂളർ ബട്ട് ഹി വാസ് എ ലീഡർ. ആര്? മക്കാലി ഗോസല അജീവികാസിന്റെ പ്രധാന ലീഡറുമാണ്, ഫൗണ്ടറുമാണ്. അതിലവരുടെ പ്രധാന തിയറിയാണ് നീതി എന്ന് പറയുന്നത്. ആൻഡ് ദേ ഫോളോഡ് എക്സ്ട്രീം അസറ്റിസം ആൻഡ് അവർക്ക് റോയൽ പാട്രണേജ് കിട്ടിയിരുന്നു. അശോക ദശരഥയ്ക്ക് അവർക്ക് റോയൽ പാട്രണേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ബുദ്ധിസ്റ്റുകളും ജൈനിസ്റ്റുകളായിട്ടൊക്കെ കോൺഫ്ലിക്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ഡീക്ലൈൻ ചെയ്തു പോയി, ഏതാണ്ട് ഏർലി മെഡീവൽ ആയപ്പോഴേക്ക് അത് കാണാതെയാവുന്ന ഒരു അവസ്ഥയ്ക്ക് എത്തി. അവരുടെ സ്ക്രിപ്റ്റേഴ്സ് ഒന്നും നമുക്ക് വേണ്ട പോലെ കിട്ടിയിട്ടും ഇല്ല അവരുടെ ചരിത്രം പുനഃസൃഷ്ടിക്കാനായിട്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് അജീവികാസിനെ പറ്റി പറയാനുള്ളത്. ഇതുപോലെ നമ്മൾ ബുദ്ധിസമോ ജൈനിസമോ തുടങ്ങിയിട്ടുള്ള എല്ലാ ഭാഗവും നമ്മൾ ചെയ്തിട്ടുണ്ട്, പല സെഷനിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാം നമ്മൾ യൂട്യൂബിലല്ല ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു കോച്ചിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു, അതിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഹിസ്റ്ററി ആസ്പിരൻസിനൊക്കെ എത്തിച്ചു കൊടുക്കുക. തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു സെഷനിൽ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.